Dear children, are you all excited to watch the match between Felix and Antonio? രണ്ടുപേരുടെയും മത്സരം കാണാനുള്ള കാത്തിരിപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനു മുമ്പ് ഇതുവരെയുള്ള കഥ ഒന്ന് ചുരുക്കി പറയട്ടെ. പേരി തോമസ് എന്ന പ്യൂട്ടോറിക്കൻ എഴുത്തുകാരന്റെ വളരെ രസകരമായ കഥയാണ് അമിഗോ ബ്രദേഴ്സ്. രണ്ട് സുഹൃത്തുക്കളുടെ കഥ. അമിഗോ ബ്രദേഴ്സ് എന്ന കഥയിൽ സൗഹൃദവും സ്പോർട്സ്മാൻ സ്പിരിറ്റും ഉണ്ട്. അമേരിക്കയിലെ മാൻഹാട്ടൻ എന്ന പട്ടണത്തിൽ ജനിച്ചു വളർന്ന രണ്ട് സുഹൃത്തുക്കൾ. അവരുടെ ഇണപിരിയാത്ത സൗഹൃദം, അതിനപ്പുറമുള്ള ലക്ഷ്യം, ഇതൊക്കെയാണ് ഈ കഥയിലെ തീം. വെളുത്തു മെലിഞ്ഞ കൊലുന്നിനെയുള്ള ആന്റോണിയോ ക്രൂസിന് നീളൻ മുടിയാണ്. ഇരുണ്ട ദൃഢഗാത്രനായ ഫെലിക്സ് വേഗാസിനാവട്ടെ ആഫ്രിക്കൻ സ്റ്റൈലിലുള്ള ചുരുണ്ട മുടിയും. രൂപത്തിൽ വ്യത്യസ്തരാണെങ്കിലും രണ്ടു പേർക്കും ഒരേ ലക്ഷ്യം, ഒരേ സ്വപ്നം. അതാണ് ബോക്സിംഗ്. എന്നെങ്കിലും ബോക്സിംഗിൽ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവുക എന്നതാണ് രണ്ടുപേരുടെയും ലക്ഷ്യം. അവരുടെ പ്രായത്തിലുള്ള മറ്റു കൗമാരക്കാർ അനാവശ്യ കാര്യങ്ങൾക്കായി ഒരുപാട് സമയം ചെലവഴിക്കുമ്പോൾ ആന്റോണിയോയും ഫെലിക്സും ഊണിലും ഉറക്കത്തിലും ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മാത്രം സ്വപ്നം കണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. നേരം വെളുക്കുമ്പോൾ മുതൽ അവർ പ്രാക്ടീസിംഗ് ആരംഭിക്കും. ജിമ്മിലും ബോയ്സ് ക്ലബിലുമായുള്ള വർക്കൗട്ട്, ബീച്ച് ഡ്രൈവിലൂടെയുള്ള ജോഗിങ്ങും എല്ലാം അവരുടെ ബോക്സിംഗ് സ്വപ്നത്തിലേക്ക്, ചാമ്പ്യൻഷിപ്പ് സ്വപ്നത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഒപ്പം തന്നെ അവരുടെ ഹോബീസും ഒരുപോലെയായിരുന്നു. രണ്ടുപേരുടെ കയ്യിലും ബോക്സിങ്ങിനെ കുറിച്ച് പറയുന്ന ഫൈറ്റ് മാഗസിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവർ നിർമ്മിച്ച സ്ക്രാപ്പ് ബുക്കിൽ അവർ പോയി കണ്ടിട്ടുള്ള എല്ലാ ബോക്സിംഗ് മത്സരങ്ങളുടെയും ടിക്കറ്റുകളും അവരുടെ തന്നെ മത്സരങ്ങളുടെ ക്ലിപ്പുകളും എല്ലാം അവർ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. അമേച്വർ ബോക്സേഴ്സിന് നടക്കുന്ന ആനുവൽ കോമ്പറ്റീഷനായ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റിൽ ബോയ്സ് ക്ലബിൽ നിന്ന് ഒരാൾക്ക് മാത്രം പങ്കെടുക്കാനുള്ള അവസരം. തങ്ങളുടെ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവാനുള്ള സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി. ആന്റോണിയോയും ഫെലിക്സും ആഞ്ഞു പരിശ്രമിച്ചു. ബോയ്സ് ക്ലബിലെ ഓരോ എലിമിനേഷൻ റൗണ്ടിലും മറ്റുള്ളവരെ പിന്തള്ളിക്കൊണ്ട് ആന്റോണിയോയും ഫെലിക്സും ഫൈനലിലേക്ക് എത്തുന്നു. ഇനിയുള്ളത് ഡിവിഷൻ ഫൈനൽസ് ആണ്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഏറ്റുമുട്ടേണ്ടത് സുഹൃത്തുക്കൾ തമ്മിലാണ്. ഒരാൾക്ക് മാത്രമേ ജയിക്കാനാവൂ. അയാൾക്ക് മാത്രമേ ടൂർണമെന്റിൽ പങ്കെടുക്കാനും സാധിക്കൂ. ചാമ്പ്യൻ ആവണമെങ്കിൽ സുഹൃത്തിനെ അടിച്ച് താഴെയിടണം. രണ്ടുപേരുടെ ഉള്ളിലും ആശങ്കകളേറി. പക്ഷേ തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാനും വയ്യ. ഇനി ഒരാഴ്ച കൂടിയേ ഡിവിഷൻ ഫൈനലിനുള്ളൂ. അവർ പതിവ് പോലെ ഒരുമിച്ചുള്ള ജോഗിങ്ങും പ്രാക്ടീസും തകൃതിയായി നടക്കുന്നുണ്ട്. പക്ഷെ അവർക്കിടയിൽ എന്തോ ഒരു അകലം, ഒരു മതിൽ രൂപപ്പെട്ടതുപോലെ. ഒരു ദിവസം അവർ മനസ്സ് തുറന്നു. സംസാരിച്ചു വന്നപ്പോൾ രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലായി. സൗഹൃദം അത് എത്ര തന്നെ ശക്തമാണെങ്കിലും അത്ര തന്നെ ശക്തിയാണ് അവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യത്തിനും. രണ്ടുപേർക്കും ചാമ്പ്യൻ ആവണം. ഒരു തരത്തിലും പിന്മാറാൻ വയ്യ. പക്ഷെ സുഹൃത്തിനെ വേദനിപ്പിക്കാനും വയ്യ. അങ്ങനെ അവർ ഒരു തീരുമാനത്തിലെത്തി. നമ്മൾ പൊരുതുക തന്നെ ചെയ്യും, ജയിക്കാനായി. പക്ഷെ നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് തുടർന്നാൽ അത് നമ്മുടെ ചിന്തകളെ നെഗറ്റീവായി ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിഞ്ഞ് ഇനി അടുത്ത ആഴ്ച റിങ്ങിൽ കാണാം. അങ്ങനെ സൗഹൃദം ഒട്ടും ചോരാതെ തന്നെ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി അവർ പരസ്പരം ആലിംഗനം ചെയ്ത് വേർപിരിയുകയാണ് തൽക്കാലത്തേക്ക്, മത്സരം ആവുന്നതുവരയ്ക്ക്. ഫെലിക്സ് ന്യൂയോർക്കിലെ മറ്റൊരു പട്ടണമായ ബ്രോൺസിലുള്ള ലൂസിയാൻഡിയുടെ വീട്ടിൽ താമസിക്കാൻ പോകുന്നു. ആന്റോണിയോ മാൻഹാട്ടണിലെ അവന്റെ വീട്ടിലും. പരസ്പരം കാണാതെ ഒറ്റയ്ക്ക് അവർ ഒരാഴ്ച കഴിച്ചുകൂട്ടി.
മത്സരത്തിന്റെ തലേ ദിവസം രണ്ടുപേരുടെ മനസ്സിലും ആശങ്കകൾ ചിറകടിച്ചു. നാളെ റിങ്ങിൽ വെച്ച് സുഹൃത്തിനെ കാണുമ്പോൾ തനിക്ക് അവനെ ഇടിക്കാൻ സാധിക്കുമോ? അവനെ വേദനിപ്പിക്കേണ്ടി വരുമോ? ഇതായിരുന്നു രണ്ടുപേരുടെയും മനസ്സിലെ ആശങ്ക. ടെൻഷൻ മാറ്റാനായി അന്റോണിയോ വീടിന്റെ ടെറസിന് മുകളിലേക്ക് പോവുകയാണ്. അവിടെ ഇരുന്ന് ഓരോന്നാലോചിച്ച് തന്റെ മനസ്സിനെ ശാന്തമാക്കാൻ അവൻ ശ്രമിച്ചു. ഫെലിക്സിന്റെ മുഖം മനസ്സിൽ നിന്ന് മാറ്റാനായി അവൻ ചില ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ ട്രൈ ചെയ്തു. ഫെലിക്സ് ആകട്ടെ ടെൻഷൻ കുറയ്ക്കാൻ നേരെ പോകുന്നത് സിനിമ കാണാനാണ്. 1949കളിലെ സൂപ്പർ ഹിറ്റായ ചാമ്പ്യൻ, കിർക്ക് ഡഗ്ലാസ് അഭിനയിച്ച ചാമ്പ്യൻ എന്ന സിനിമയാണ് ഫെലിക്സ് കാണാൻ തിരഞ്ഞെടുത്തത്. പക്ഷേ സിനിമയിൽ സ്ക്രീനിൽ ചാമ്പ്യനെ ഇടിച്ചു വീഴ്ത്തുന്ന രംഗങ്ങൾ കണ്ടപ്പോൾ ടെൻഷൻ കുറയ്ക്കാൻ പോയ ഫെലിക്സിന് ആദ്യം കൂടുകയാണ് ഉണ്ടായത്. അവന്റെ മനസ്സിൽ പിറ്റേ ദിവസം അന്റോണിയോയെ ഇടിച്ചു വീഴുന്ന രംഗങ്ങൾ ഓടിയെത്തുകയാണ്. സിനിമയ്ക്ക് ശേഷം ഫെലിക്സും മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് അന്റോണിയോയും കിടക്കാൻ പോവുകയാണ്. രണ്ടുപേരുടെയും മനസ്സിൽ ഒറ്റ ചിന്ത, നാളെ തന്റെ സുഹൃത്തിനെ അധികം വേദനിപ്പിക്കാതെ ജയിക്കണം. അതിനായി അവനെ ആദ്യ റൗണ്ടിൽ തന്നെ ഉണർത്തിയടിക്കണം. അങ്ങനെ സൗഹൃദവും സ്പോർട്സ്മാൻ സ്പിരിറ്റും ഒന്നു ചേർന്ന് വളരുകയാണ്. മത്സരത്തിന്റെ ദിവസമെത്തി. തെരുവ് മുഴുവൻ അന്റോണിയോയുടെയും ഫെലിക്സിന്റെയും മത്സരത്തിന്റെ പോസ്റ്ററുകളാണ്. മാൻഹട്ടനിലെ ആളുകൾക്ക് അവരോട് വളരെ ആദരവാണ്. ഈ ചെറുപ്രായത്തിൽ ഫെലിക്സും അന്റോണിയോയും കാണിക്കുന്ന സൗഹൃദവും ആത്മാർത്ഥതയും അവരുടെ കഠിനാധ്വാനവും ആ നാട്ടിലെ എല്ലാ ജനങ്ങളിലും മതിപ്പുറവാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ അമിഗോ ബ്രദേഴ്സിന്റെ മത്സരം കാണാൻ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മത്സരം നടക്കുന്നത് ടോംകിൻസ് സ്ക്വയർ പാർക്കിലാണ്. അവിടെ തകൃതിയായി ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇതാ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരം എത്തിച്ചേർന്നു. ഫെലിക്സും അന്റോണിയോയും റിങ്ങിലേക്ക് നടന്നു വരികയാണ്. ഇനി നമുക്ക് ആവേശം നിറഞ്ഞ അമിഗോ ബ്രദേഴ്സിന്റെ ഫൈറ്റ് കാണാം. അതിനു മുമ്പായി ഒരു വാക്ക്, ഫൈറ്റിന്റെ കമന്ററി നന്നായി മനസ്സിലാവണമെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ നമുക്ക് മനസ്സിലാവണം. ബോക്സിംഗിന്റെ ചില ടേംസ് മനസ്സിലാവണം. അതിനായി അതിന്റെ ഡിസ്ക്രിപ്ഷൻസും ചില ക്ലിപ്പുകളും അവിടെ കാണിക്കും. അത് കൃത്യമായി കണ്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ കഥ, മത്സരം നമുക്ക് വളരെ ആസ്വാദ്യകരമാവും. മത്സരം കണ്ടിട്ട് തിരിച്ചു വരാം. The morning of the fight, Tompkins Square was a beehive of activity, with numerous workers setting up the ring, the seats, and the guest speaker's stand. The scheduled bouts began shortly after noon, and the park had begun filling up even earlier. The waiting time was over. Felix was escorted from the classroom by a dozen fans in white t-shirts. Antonio was escorted down a different stairwell and guided through a roped-off path. As the two climbed into the ring, the crowd exploded with a roar. Antonio and Felix both bowed gracefully and then raised their arms in acknowledgement. Antonio tried to be cool. He turned slowly to meet Felix's eyes looking directly into his. Felix nodded his head and Antonio responded. The room turned to stillness. The announcer spoke slowly. Ladies and gentlemen, now is the moment we have all been waiting for. The main event between to find young Puerto Rican fighters. In this corner, weighing 134 pounds, Felix Vargas. And in this corner, weighing 133 pounds, Antonio Cruz. The winner will represent the boys club in the Tournament of Champions, the Golden Gloves. There will be no draw. May the best man win.
The cheering of the crowd shook the window panes of the old building surrounding Tompkins Square Park. At the center of the ring, the referee was giving instructions to the youngsters. Keep your punches up. No low blows. No punching on the back of the head. Keep your heads up. Understand? Let's have a clean fight. No shake hands and come out fighting. Both youngsters touched gloves and nodded. They turned and danced quickly to their corners. Round one. Felix and Antonio turned and faced each other squarely in a fighting pose. Felix wasted no time. He came in fast, head low, half hunched toward his right shoulder and lashed out with a straight left. He missed a right cross as Antonio slipped the punch and countered with 3 lefts that snapped Felix's head back, sending a mild shock coursing through him. If Felix had any small doubt about their friendship affecting their fight, it was being neatly dispelled. Antonio's left hand was like a piston pumping jabs one right after another with seeming ease. Felix bobbed and weaved and never stopped boring in. He knew that at long range he was at a disadvantage. Antonio had too much reach on him. Only by coming in close could Felix hope to achieve the dreamed of knockout. Antonio knew the dynamite that was stored in his amigo brother's fist. He ducked a short right and missed a left hook. Felix trapped him against the ropes just long enough to pull some punishing rights and lefts to Antonio's hard midsection. Antonio slipped away from Felix, crashing 2 lefts to his head, which set Felix's right ear ringing. Felix walked briskly back to his corner. Antonio gracefully danced his way toward his stool. Round two. Felix was off his stool and rushed to Antonio like a bull, sending a hard right to his head. Antonio home sent back a blaring barrage of lefts and rights that only meant pain to Felix. Felix bobbed and weaved, occasionally punching his 2 gloves together. Antonio waited for the rush that was sure to come. Felix closed in and feinted with his left shoulder and threw a right instead. Rights to the body, lefts to the head. Neither fighter was giving an inch. Suddenly, a short right caught Antonio squarely on the chin. His long legs turned to jelly and his arms flailed out desperately. Felix, grunting like a bull, threw wild punches from every direction. Antonio, groggy, bobbed and weaved, evading most of the blows. Suddenly his head cleared. His left flashed out hard and straight, catching Felix on the bridge of his nose. In a fall, Felix cleared the roaring of the crowd, who seemed to have gone insane. His head cleared to hear the bell sound at the end of the round. His trainer sat him down on the stool. In his corner, Antonio was doing what all fighters do when they are hurt. They sit and smile at everyone. The referee signaled the ring doctor to check the fighters out. He did so and then gave his okay. The cold water sponges brought clarity to both amigo brothers. They were rubbed until their circulation ran free. Round three. Up to now, it had been tic-tac-toe, pretty much even. But everyone knew there could be no draw
and that this round would decide the winner. This time, to Felix's surprise, it was Antonio who came out fast, charging across the ring. Felix braced himself but couldn't ward off the barrage of punches. Felix tapped his gloves and commenced his attack anew. Antonio, throwing boxer's caution to the winds, jumped in to meet him. Both pounded away. Neither gave an inch and neither fell to the canvas. They fought toe to toe. The sounds of their blows were loud in contrast to the silence of a crowd gone completely mute. The referee was stunned by their savagery. He's doing and not necessarily winning. The bell sounded over and over again. Felix and Antonio were past hearing. Their blows continued to pound on each other like hailstones. Finally, the referee and the two trainers pried Felix and Antonio apart. Cold water was poured over them to bring them back to their senses. They looked around and then rushed toward each other. Showing a sort of an echo. A cry of alarm surged through Tompkins Square Park. Was this a fight to the death instead of a boxing match? The fear soon gave way to wave upon wave of cheering as the two amigos embraced. No matter what the decision, they knew they would always be champions to each other. And now Ladies and gentlemen, the winner and representative to the Golden Gloves Tournament of Champions is... The announcer turned to point to the winner and found himself alone. Arm in arm, the champions had already left the ring. എല്ലാവരും ആവേശപൂർവ്വം മത്സരം കണ്ടില്ലേ? ആരാ ജയിച്ചത്? കളി കണ്ട നമ്മളും കഥ വായിച്ച വായനക്കാരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആരാണ് കളിയിൽ ജയിച്ചത് എന്ന് പറയാതെ പീരി തോമസ് കഥ അവസാനിപ്പിക്കുകയാണ്. മത്സരത്തിന്റെ ആദ്യ 2 റൗണ്ടുകളിലും പരസ്പര സൗഹൃദം മറന്ന് ചീറ്റപ്പുലികളെ പോലെ പാഞ്ഞെടുക്കുന്ന അന്റോണിയോയും ഫെലിക്സും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചത്. 3-ാം റൗണ്ട് ആയപ്പോഴേക്കും ഇത് വെറും ബോക്സിംഗ് മത്സരമാണോ അതോ മൃഗീയമായ പോരാട്ടമാണോ എന്ന് കാണികളിൽ സംശയം ജനിപ്പിക്കത്തക്ക തരത്തിലാണ് അന്റോണിയോയും ഫെലിക്സും പരസ്പരം ആക്രമിച്ചു മുന്നേറുന്നത്. എങ്കിലും അവസാനത്തെ മണി മുഴങ്ങുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് റിസൾട്ട് കേൾക്കാൻ പോലും കാത്തു നിൽക്കാതെ ആ കൂട്ടുകാർ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് റിങ് വിടുകയാണ്. അനൗൺസറും കാണികളും വായനക്കാരും ഒരുപോലെ അമ്പരന്ന് പോയ നിമിഷം. ഇവിടെയാണ് അമിഗോ ബ്രദേഴ്സ് സൗഹൃദത്തിന്റെ കഥയായി മാറുന്നത്. സ്വപ്നവും ലക്ഷ്യവും സ്പോർട്സ്മാൻ സ്പിരിറ്റും ഒരു വശത്തും സൗഹൃദം മറുവശത്തും പിടിച്ച് തൂക്കി നോക്കിയപ്പോൾ സൗഹൃദത്തിന് ഒരു പടി മുൻതൂക്കം നൽകിക്കൊണ്ട് പിറി തോമസും അന്റോണിയോയും ഫെലിക്സ് വർഗാസും നമ്മളിൽ നിന്ന് മായുകയാണ്. Hope all of you enjoyed the match and understood the story well. I'll give you the notes later. Let's wind up today's session. Thank you.